പിരായിരി UDF-നെ ചതിക്കുമോ? BJP പാലക്കാട് പിടിക്കുമോ? അൻഷാദ്, പാലക്കാട് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കാര്യമായ ഒരു ഇടിവ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. ഒരുപക്ഷെ അത് വോട്ടെണ്ണൽ തുടങ്ങുന്നവരേക്കും നീണ്ടുപോയേക്കാം. പോളിംഗ് ശതമാനത്തിൽ വലിയ തോതിലുള്ള ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.24% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ അത് 70.77% കുറഞ്ഞു. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം. പിരായിരി പഞ്ചായത്തിലേക്ക് വന്നാൽ 75.10% 2021 പോളിംഗ്. എന്നാൽ ഇപ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 70.89% കുറഞ്ഞു. ആനുപാതികമായ കുറവ് മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ 2021 കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 78.45% ആയിരുന്നു കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. എന്നാൽ 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 70.15% മാത്രമായി കുറഞ്ഞിട്ടുണ്ട്. മാത്തൂരിലും അത് സംഭവിച്ചിട്ടുണ്ട്. മാത്തൂരിൽ പക്ഷേ 2021 73.82% മാത്രമായിരുന്നു. അതിൽ ഒരു 2% കുറവ് സംഭവിച്ചു, 70.11. ഞാൻ പറയുന്നത് പിരായിരി ഗ്രാമപഞ്ചായത്ത് അടക്കം പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മറ്റു 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താൽ എല്ലായിടത്തും ഈ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ചർച്ചകളിലും, അതായത് നമ്മൾ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം അവരുന്നയിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഈ ചാനൽ പ്രതിനിധികൾ പിരായിരി വെച്ചുകൊണ്ട് മാത്രം പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിനെ അളക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇപ്പോ ഇന്നലെ മുതൽക്ക് ഏറ്റവും ആദ്യം ഒരു പ്രതികരണം വന്നത് BJP-യുടെ ഭാഗത്ത് നിന്നാണ്. അത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നാണ്. വലിയ ഒരു ആത്മവിശ്വാസം BJP തുടക്കത്തിലെ രേഖപ്പെടുത്തുകയുണ്ടായി. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ ആ നിമിഷത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. 5000-ലധികം വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ, കുറഞ്ഞത് 5000-ലധികം വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ C. കൃഷ്ണകുമാർ വിജയിക്കുമെന്നാണ് BJP-യുടെ അവകാശവാദം. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസം പക്ഷേ ഇന്നലെ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ LDF നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാക്സിമം P. സരിൻ 2ാം സ്ഥാനം വരെ എത്തിയേക്കാം എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് CPM-ഓ LDF-ഓ കണക്ക് കൂട്ടുന്നില്ല പാലക്കാട്. ഞാൻ പറയുന്നത് ഇപ്പോൾ പോളിംഗ് ശതമാനം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും കുറഞ്ഞിട്ടുണ്ട്, പിരായിരി ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 75.24 എന്നുള്ളത് 70.77 ആയി കുറഞ്ഞു. പിരായിരി പഞ്ചായത്തിൽ 75.10% എന്നുള്ളത് 70.89% മാത്രമായി കുറഞ്ഞു. രണ്ടിടത്തും കുറവ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പിരായിരി ഗ്രാമപഞ്ചായത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF-നെ ഗണ്യമായി ബാധിച്ചേക്കുമെന്നും അതിനാൽ തന്നെ UDF-ന്റെ ജയസാധ്യതയ്ക്ക് വലിയ മങ്ങൽ സംഭവിച്ചു എന്നുമുള്ള വിലയിരുത്തൽ സാധുവാണോ? പോളിംഗ് ശതമാനം കുറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അത് BJP-യെയും പ്രതികൂലമായി ബാധിക്കില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് BJP ഇത്ര വലിയ മാർജിനിൽ തങ്ങൾ ജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു? ആ ചോദ്യത്തിന്റെ ഉത്തരവും ഞാൻ പറയാം. അത് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പിരായിരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 12,000-ഓളം വോട്ട് UDF ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. അവിടെ 12,000-ലേക്ക് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ 12,000-ലേക്ക് 2021 CPM-ഉം അതായത് LDF-ഉം BJP-യും ഒന്നിച്ചാണെത്തിയത്. രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള സ്കോറാണ് 12,000 എങ്കിൽ UDF അവിടെ ഒറ്റയ്ക്ക് 12,000 വോട്ട് നേടിയിട്ടുണ്ട്. UDF-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് പിരായിരി ഗ്രാമപഞ്ചായത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. 6,000 വോട്ട് UDF-ന് പാലക്കാട് നഗരസഭയിൽ നഷ്ടപ്പെട്ടത് UDF പിരായിരി ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയ +6,000 വെച്ചുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് 2021. അതിനാൽ 2024 ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ കുത്തനെ ഒരു ഇടിവ് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും UDF ക്യാമ്പിനെ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞല്ലോ, അത് BJP-യെ പ്രതികൂലമായി ബാധിക്കില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ BJP
പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ 75% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ വലിയ വർദ്ധിച്ച ആത്മവിശ്വാസത്തിനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. ഞാൻ പറയാം, 20 ബൂത്തുകൾ BJPക്കല്ലാതെ മറിച്ച് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് BJP ഉറപ്പിക്കുന്ന, അതായത് 1000 വോട്ട് ഒരു ബൂത്തിൽ ഉണ്ടെങ്കിൽ അതിൽ 900 വോട്ടും BJPക്ക് തന്നെ എന്ന് BJP ഉറപ്പിച്ചിട്ടുള്ള ആ ബൂത്തുകളുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ആ 20 ബൂത്തുകളിലും ശരാശരി 85% വരെ ഇന്നലെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് 70% ഇടിച്ചു നിൽക്കുമ്പോഴും BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ പാലക്കാട് മുനിസിപ്പൽ പരിധിയിൽ ഉൾപ്പെട്ട മൂത്താംതറയിലെയും ശ്രീരാമപാളയത്തിലെയും ചക്കാംതറയിലെയും വടക്കംതറയിലെയും ബൂത്തുകളിൽ ആകെ 20 ബൂത്തുകളാണ് ഞാൻ ഈ പറഞ്ഞ 4 പ്രദേശങ്ങളിലായി ഉള്ളത്. ആ 20 ബൂത്തുകളിലും ശരാശരി 75%-ലധികം പോളിംഗ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ എന്ന് BJP ഉറപ്പിച്ചു പറയുന്ന 5-ലധികം ബൂത്തുകളിൽ, 5-നും 10-നും ഇടയിലുള്ള ബൂത്തുകളിൽ ശരാശരി 80-നും 85-നും ഇടയിൽ പോളിംഗ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP ഉറപ്പിച്ചു പറയുന്നത് പാലക്കാട് നഗരസഭാ പരിധിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് തങ്ങളെ ബാധിക്കില്ല. കഴിഞ്ഞ തവണ നേടിയ ആ പോളിംഗിലേക്ക് വോട്ട് ഷെയറിലേക്ക് തങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുമെന്ന് ഈ ശ്രീധരന് 2021 ആകെ കിട്ടിയത് 50,220 വോട്ടാണ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്ന് മാത്രം വന്ന് ഈ ശ്രീധരന് 34,143 വോട്ട് കിട്ടി. ആ 34,000-ലേക്ക് തങ്ങൾക്ക് എത്താൻ സാധിക്കും. കാരണം മൂത്താംതറയും ശ്രീരാമപാളയവും ചക്കാംതറയും വടക്കംതറയും തങ്ങളെ ചതിക്കില്ല. അവിടെയുള്ള 20 ബൂത്തുകളിൽ നിന്നായി ശക്തി കേന്ദ്രമായ 3 ബൂത്തുകളിൽ മാത്രം ഞാൻ പറഞ്ഞു 1000-ന് മീതെ വോട്ട് BJP ഉറപ്പിച്ചിട്ടുണ്ട്. 3 ബൂത്തുകളിൽ ടോട്ടൽ 5-നും 6-നും ഇടയിലുള്ള ബൂത്തുകളിൽ അവർ 85% അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, 85 വരെ, ഒരു ബൂത്തിൽ 85% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 84 ബൂത്തുകളിൽ നിന്ന് 20,000-നും 23,000-നും ഇടയിലുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭാ പരിധിയിൽ അവർക്ക് വളരെ എളുപ്പം 34,000-ലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനാൽ തന്നെ പിരായിരിയിൽ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് UDFനെ ബാധിക്കുന്നത് പോലെ പാലക്കാട് മുനിസിപ്പൽ പരിധിയിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിക്കില്ല എന്ന ആ വലിയ ആത്മവിശ്വാസം നമ്മൾ അംഗീകരിക്കേണ്ടി വരും അൻഷാദ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറയുന്നത്, UDFന്റെ ആത്മവിശ്വാസത്തെക്കാൾ ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ നമ്മൾ BJPയുടെ ആത്മവിശ്വാസത്തെ മുഖവിലേക്ക് എടുക്കേണ്ടി വരും എന്ന്. അതായത് സുബീഷ്, ഈ നഗരപരിധിയിലെ വോട്ടുകളുടെ മാറ്റം അത് ഒരു ഏറ്റക്കുറച്ചിൽ ആരെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പിരായിരി പഞ്ചായത്തിലെ കാര്യവും ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് 2 പേരെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ UDFനെയും BJPയെയും ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം അനുകൂലമെന്ന് BJP വിലയിരുത്തുമ്പോഴും ഈ മൊത്തത്തിലുള്ള, അതായത് ഈ നഗരസഭാ പരിധിയിൽ 5%-ഓളം പോളിംഗ് കുറഞ്ഞത് അത് എങ്ങനെ ബാധിക്കും, ആ ഏറ്റക്കുറച്ചിൽ എവിടെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഈ അവകാശവാദങ്ങളെല്ലാം നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ മൂത്താന്തറ, കറുകോടി, കോഴിപ്പറമ്പ്, വടക്കന്തറ, അങ്ങനെ അവരുടെ ശ്രീരാമപാളയം അങ്ങനെ തുടങ്ങി അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, അതായത് അവിടെയെല്ലാം 85-80%, 80-ന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം കൂടിയെങ്കിലും ഈ നഗരസഭാ പരിധിയിലെ ബാക്കി ബൂത്തുകളിലെ വോട്ടിംഗ് കുറവ്, അതായത് മൊത്തത്തിൽ 5% കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക BJPയുടെ പ്രാദേശിക നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ UDF പറയുന്നത് തങ്ങൾക്ക് അനുകൂലമാണ്, ഈ കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് UDF പറയുന്നത്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ തന്നെ റഹീസ് പറഞ്ഞത്, അതായത് ഈ നഗരസഭാ പരിധിയിൽ ഈ ശ്രീധരൻ നേടിയത് 6,238 വോട്ടാണ് ഈ ഭൂരിപക്ഷം, അതായത് മറ്റ് 2021 കണക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത് BJPക്ക് കിട്ടിയത് 497 വോട്ടേ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടിയുള്ളൂ. പക്ഷെ അത് ഇത്തവണ 1000 വരെ ആകാം. അതായത് ഈ BJPക്ക് കിട്ടിയ 497 എന്ന് പറയുന്നത് 1000 വരെ ആകാം, അതിന് മുകളിലേക്ക് പോകില്ല എന്നാണ് UDF കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നത്. ഒരു പക്ഷേ 500 വരെ വോട്ടിന് നഗരസഭാ പരിധിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യാനുള്ള വിദൂര സാധ്യതയും UDF മനസ്സിൽ കാണുന്നുണ്ട്. അതായത്
അവർ മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഷാഫി പറമ്പിൽ വിജയിച്ചതുപോലെ ആ ഒരു രീതിയിലേക്ക് ഭൂരിപക്ഷം പോയില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും കടന്നുകൂടും എന്നാണ് UDF അവസാന ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഈ BJP പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ 7 അയലത്ത് UDFൻ്റെ ആത്മവിശ്വാസം വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ കണക്ക് കൂട്ടലുകളിൽ അവർ വയ്ക്കുന്ന, അതായത് നമുക്കറിയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള യുവ തുർക്കികളാണ് ഈ കണക്കുകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവർ കണക്ക് കൂട്ടലുകളിൽ വയ്ക്കുന്നത് കുറച്ചുകൂടെ കൃത്യമായ കണക്കാണ് എന്ന് തോന്നുന്നു. പിന്നെ പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഈ സന്ദീപ് വാര്യർ പോയത്, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ BJPക്കകത്ത് നിന്നത്, അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പിന്നെ സന്ദീപ് വാര്യർ പോയത് BJPക്ക് അല്ല തിരിച്ചടിയാവുക എന്നുള്ളതാണ്. അത് BJPയുടെ വിലയിരുത്തൽ, അത് BJPയുടെ വിലയിരുത്തൽ. പിന്നീട് പിരായിരിയിലേക്ക് വന്നാൽ ഷാഫി പിടിച്ചത് നമുക്കറിയാം 2021 ഷാഫിയെ രക്ഷപ്പെടുത്തിയത് പിരായിരിയാണ്. നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ നഗരസഭാ പരിധിയിൽ ഈ ശ്രീധരൻ 6000 പിടിച്ചെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തത് 6201 വോട്ട് കൊണ്ട് ഷാഫി പിരായിരിയിൽ നിന്നാണ്. അതായത് അവിടെ പക്ഷേ രാഹുലിന് ഇത്തവണ ഈ BJPയുടെ വിലയിരുത്തൽ പോലെ തന്നെ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല എന്നാണ് UDF കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ മാത്തൂരും കണ്ണാടിയിലും നല്ല രീതിയിൽ വോട്ട് ശതമാനം കൂട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. അതിലൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോഴും മാത്തൂരിൽ നല്ല ലീഡ് പിടിക്കും, പക്ഷേ കണ്ണാടിയിൽ സരിൻ ലീഡ് ചെയ്യും എന്നുള്ളതാണ് UDFൻ്റെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ വന്നാലും ഒരു നേരിയ ഭൂരിപക്ഷത്തിന് തങ്ങൾ വിജയിക്കുമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് UDF വരുന്നത്. പിന്നീട് UDF പറയുന്നത് ഈ വിള്ളൽ വീണിട്ടില്ല, അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീണിട്ടില്ല എന്നാണ് UDF തറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നത്. രാഹുലിന് ഇടത് വോട്ടുകൾ കിട്ടും. അതായത് ഷാഫിയെ പോലെ അല്ല രാഹുൽ മാങ്കൂട്ടം. നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ CPMനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു നേതാവാണ് ഷാഫിക്ക്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇടത് വോട്ടുകൾ കിട്ടിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആ വോട്ടുകൾ കിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ UDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് ആ വോട്ടുകൾ, ഇടത് വോട്ടുകൾ കിട്ടുമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് UDF ഈ പോളിംഗ് കഴിയുമ്പോൾ പറയുന്നത്. കാരണം അവർ അതിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് ലോക്സഭയിൽ വിജയരാഘവൻ 34,640 വോട്ടാണ് ഈ നേടിയത്, അതായത് ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. നിയമസഭയിൽ ഇടത് സ്ഥാനാർത്ഥി, അതായത് ഷാഫി പറമ്പിലിനെതിരെ 2021 നേടിയത് 36,431 വോട്ടാണ്. അതായത് അവിടെ വീണ്ടും ഒരു 2000-3000 വോട്ടിൻ്റെ ഒരു കുറവ് സംഭവിച്ചു. ആ വോട്ടെല്ലാം പോയത് UDFിലേക്കാണ്. അതുപോലെ തന്നെ ഇത്തവണ ഒരു 5000 വോട്ടിൻ്റെ കുറവ് ഈ CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരും എന്നാണ് UDF വിലയിരുത്തുന്നത്. പക്ഷേ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ പിടിച്ചത് 50,220 വോട്ടാണെങ്കിൽ 50,000 വോട്ടിന് 50,000 വോട്ട് തങ്ങൾ ഉറപ്പായും പിടിക്കുമെന്നാണ് BJP കൃത്യമായ കണക്കുകൾ വെച്ച് പറയുന്നത് എന്നാണ് അവരുടെ നേതാക്കൾ അവകാശപ്പെടുന്നത്. അതായത് അതിൽ 32,000 വോട്ടുകൾ നഗരസഭാ പരിധിയിൽ നിന്ന് അവർ പിടിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. ആ അവകാശവാദം മിക്കവാറും ശരിയാകാനുള്ള സാധ്യതയാണുള്ളത്. നമുക്കറിയാം കൽപ്പാത്തി പോലുള്ള, പക്ഷേ ഈ കൽപ്പാത്തി മേഖലയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്, കൽപ്പാത്തിയുടെ പ്രാന്തപ്രദേശത്ത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് BJPയെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ശ്രീധരൻ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ നഗരസഭാ പരിധിയിൽ 34,143 വോട്ട് പിടിച്ചെങ്കിൽ അത്രയും പിടിക്കില്ല, പക്ഷേ 32,000-31,000 വോട്ടുകൾ നഗരസഭാ പരിധിയിൽ തങ്ങൾ പിടിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പിരായിരിയിൽ അവർ വലിയൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതായത് 7,000 മുതൽ 8,000 വരെ വോട്ടുകൾ പിരായിരി മേഖലയിൽ അവർ പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. കണ്ണാടിയിൽ 6,000 വോട്ട് പിടിക്കുമെന്നാണ് BJPയുടെ ഒരു അവസാന കണക്ക്. മാത്തൂരിൽ ഒരു 4,000 അടിസ്ഥാന വോട്ടുണ്ട്, പക്ഷേ അതിനപ്പുറം 5,000 വോട്ടിലേക്ക് ഇത്തവണ കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ പോകുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ ഒരു RSSൻ്റെ ഇടപെടൽ വന്നിട്ടുണ്ട്. RSS കൃത്യമായി ഈ നഗരസഭാ പരിധിയിൽ വോട്ട് കൃത്യമായി എല്ലാവരും ചെയ്യണം, അതായത് സംഘപരിവാർ അനുകൂല കുടുംബങ്ങളിൽ നിന്ന് കൃത്യമായി വോട്ടുകൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൃത്യമായി തന്നെ RSS നൽകിയിരുന്നു. RSSൻ്റെ ഒരു രീതി അറിയാലോ നമുക്ക്, അത്രയും അടിസ്ഥാനപരമായി സംഘടന വർക്ക് നടത്തുന്ന പ്രവർത്തകരെ കൊണ്ട് തന്നെ ആ വോട്ടുകൾ ഉറപ്പിക്കാൻ RSS ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഈ CPMൻ്റെ വിലയിരുത്തലിലേക്ക് വരുമ്പോൾ എന്താണ് CPM ഈ കണക്ക് കൂട്ടുന്നത്? എന്താണ് CPM ഇപ്പോഴും
എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനം അവർ ഉറപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സുബീഷിന്റെ ഒരു വിലയിരുത്തൽ? അല്ല, അത് അവരുടെ ഒരു പരമാവധി എന്നുള്ളത് 2ാം സ്ഥാനം വരേക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സരിൻ പറയുന്നുണ്ടല്ലോ 5000 വോട്ടിന്റെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊരു സ്ഥാനാർത്ഥിയുടെ അവകാശം വാദം മാത്രമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എന്തായാലും മാക്സിമം 2ാം സ്ഥാനം എന്ന ഒരു പ്രതീക്ഷ മാത്രമേ CPM പോലും അക്കാര്യത്തിൽ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ മറ്റു 2 പോയിന്റ് കൂടി പറയും. ഇപ്പൊ നേരത്തെ അൻഷാദ് പറഞ്ഞല്ലോ 6238 വോട്ടാണ് 2021 ഈ ശ്രീധരന് കിട്ടിയത് പാലക്കാട് നഗരസഭാ പരിധിയിൽ. പക്ഷേ 2024 അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലീഡ് അത് 497 ഒതുങ്ങി എന്നുള്ളത്. പക്ഷേ രണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും സാഹചര്യം വ്യത്യസ്തമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ 497 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് ഒതുങ്ങി എന്നുള്ളത് BJP ക്യാമ്പിനെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ശ്രീധരന് 2021 കിട്ടിയ അത്രയും വോട്ട് പാലക്കാട് നഗരസഭാ പരിധിയിൽ C കൃഷ്ണകുമാറിന് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം ഈ ശ്രീധരന് മെട്രോമാൻ ആണ്. പാലക്കാട് നഗരസഭാ പരിധി എന്ന് പറയുമ്പോൾ ടൗണിലാണ് പല ബൂത്തുകളും. അവിടങ്ങളിൽ ഉള്ള വോട്ടർമാർ ഈ ശ്രീധരനെ ഒരു BJP നേതാവായിട്ടോ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായിട്ടോ പരിഗണിച്ചിരുന്നില്ല. അതിനാൽ അതായത് കോൺഗ്രസ് വോട്ടുകൾ, അതായത് ഒരു അപ്പർ കാസ്റ്റ് കോൺഗ്രസ് വോട്ടുകൾ ഉൾപ്പെടെ ഈ ശ്രീധരന് പോകുന്ന സാഹചര്യം BJP ഇതര വോട്ടുകൾ കൂടി 2021 ഈ ശ്രീധരന് അനുകൂലമായി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ശ്രീധരന് അന്ന് കിട്ടിയ അത്രയും വോട്ടുകൾ ഇന്ന് C കൃഷ്ണകുമാറിന് കിട്ടുമോ എന്നുള്ള ചോദ്യത്തെ നമ്മളല്ല ഏറ്റവും ആദ്യം അഭിമുഖീകരിച്ചത് C കൃഷ്ണകുമാർ തന്നെയാണ് എന്നാണ് എനിക്ക് അതിനുള്ള മറുപടി. അതിനാൽ തന്നെ നേരത്തെ അൻഷാദ് ഇവിടെ സൂചിപ്പിച്ച RSSന്റെ ഇടപെടൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ആഴമേറിയ തലത്തിൽ തന്നെ വ്യാപരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഓരോ വീട്ടിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 5-6 തവണ RSSന്റെയും BJPയുടെയും പ്രവർത്തകർ നേരിട്ടെത്തി പാലക്കാട് നഗരസഭാ പരിധിയിൽ വോട്ടുറപ്പിച്ചിട്ടുണ്ട്. C കൃഷ്ണകുമാറിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് UDFലൊക്കെ അടൂർ പ്രകാശൊക്കെ നടപ്പാക്കുന്നതിനേക്കാൾ കൃത്യമായി ആഴത്തിൽ നടപ്പാക്കുന്ന BJPയിലെ ശ്രദ്ധേയനായ പൊളിറ്റീഷ്യനാണ് C കൃഷ്ണകുമാർ. C കൃഷ്ണകുമാറിന് അറിയാം RSS പശ്ചാത്തലവുമുണ്ട്. അതിനാൽ തന്നെ RSS കൃത്യമായി ഇടപെട്ടിരുന്നു. ഇപ്പൊ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ BJPയുടെ ജില്ലാ നേതൃത്വവും BJPയുടെ സംസ്ഥാന നേതൃത്വവും നിശ്ചയിക്കുന്ന പോലെ ആയിരുന്നില്ല സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോയിരുന്നത് എന്ന് നമുക്കറിയാം. സുരേഷ് ഗോപിയും BJPയുടെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ സുരേഷ് ഗോപി നിശ്ചയിക്കുന്ന വഴിയിലൂടെയാണ് മുന്നോട്ട് പോയത്. അന്ന് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യത ഇപ്പോൾ സുരേഷ് ഗോപിക്കില്ല എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. ഇവിടെ BJPയും RSSും തന്നെയാണ് C കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അതിനാൽ തന്നെ പാലക്കാട് നഗരസഭാ പരിധിയിൽ പ്രത്യേകിച്ചും തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമം C കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും BJP ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പാലക്കാട് നഗരത്തിലേക്ക് എത്തിച്ചേർന്ന പ്രവർത്തകരെ വിവിധ യൂണിറ്റുകളാക്കി വിവിധ ടീമുകളാക്കി വിഭജിച്ചുകൊണ്ടാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടിയുമായി പാലക്കാട് നഗരസഭാ പരിധിയിൽ BJP പരസ്യ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽക്ക് മുന്നോട്ട് നീങ്ങിയത്. അത് കൃത്യമായി വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീധരൻ സമാഹരിച്ച BJP ഇതര വോട്ടുകളെ മറികടന്നുകൊണ്ടുള്ള ആ സംഖ്യയിലേക്ക് എത്തിച്ചേരും തങ്ങൾ എന്നുള്ള ഒരു അവകാശവാദം BJP ഇപ്പോഴും ഉറപ്പിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ഷോ എന്ന രീതിയിലേക്ക് പാലക്കാട്ടെ പരസ്യ പ്രചാരണം BJP മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഷോ ഒന്നും പാലക്കാട് ഉണ്ടായില്ല. സുരേഷ് ഗോപിയും സംസ്ഥാന നേതൃത്വവും തമ്മിൽ വലിയ അകൽച്ചയിലാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വലിയ അകൽച്ചയിലാണ്. ആ അകൽച്ച കൂടിയിട്ടേ ഉള്ളൂ. അതിനാൽ തന്നെ സുരേഷ് ഗോപിയെ 2 പരിപാടികളിൽ മാത്രമാണ് പാലക്കാട് പങ്കെടുപ്പിച്ചത്. കൂടുതലും ചേലക്കരയായിരുന്നു. അതെ. ഇപ്പോൾ നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി
ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം കീഴടക്കിയപ്പോൾ നമ്മൾ കരുതിയിരുന്നത് പാലക്കാട് ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, പാലക്കാട് നിശ്ചയമായും BJP പിടിക്കാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടെ ഇലക്ഷൻ ക്യാമ്പയിൻ BJPയുടെ അത് നയിക്കുക സുരേഷ് ഗോപി ആയിരിക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ BJP സംസ്ഥാന നേതൃത്വം അതിന് സുരേഷ് ഗോപിയെ അനുവദിച്ചില്ല. സുരേഷ് ഗോപിക്ക് 2 പരിപാടികളിൽ പങ്കെടുക്കാൻ മാത്രമാണ് പാലക്കാട് അനുമതി നൽകിയത്. അത് കൽപ്പാത്തിയിലും മറ്റൊന്നൊരു പഞ്ചായത്തിലും മാത്രമായിരുന്നു. ഒരു പഞ്ചായത്ത് തല പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് സുരേഷ് ഗോപി പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നത്. അവിടെ കൃത്യമായും BJP സംസ്ഥാന നേതൃത്വവും RSSും തന്നെയാണ് C കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നത്. കൃത്യമായ ഒരു അജണ്ടയും പ്ലാനും BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ തള്ളിക്കളയാനാകില്ല. അതിനെ മറികടന്നുകൊണ്ട് ഷാഫിയുടെയും രാഹുലിന്റെയും കണക്കുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും നേരിയ ഒരു സാധ്യത നമുക്ക് ഈ LDF വിലയിരുത്തലിലേക്ക് പോയാലേ കഴിഞ്ഞ പ്രാവശ്യം നഗരസഭാ പരിധിയിൽ അവർ നേടിയത് 16,455 വോട്ടുകളാണ്. പക്ഷെ ഇത്തവണ അത് കൂടുമെന്നാണ് ഈ സരിൻ്റെ നേതൃത്വത്തിലുള്ള ചില മാനേജ്മെൻറ്റുകളും ഒപ്പം UDFിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും എന്നൊക്കെയാണ് CPMൻ്റെ ഒരു വിലയിരുത്തൽ. CPM എന്ന് പറയുന്നത് നമ്മൾ യുവജന CPM സംഘങ്ങളും ഒപ്പം ഈ സരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ സംഘങ്ങളും ആണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത്. ഈ വോട്ടിൻ്റെ പകുതിയും UDFിന് പോകുന്ന രീതിയാണ് പിരായിരി പഞ്ചായത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് ഇത്തവണ ഉണ്ടാകില്ല. ആ പകുതി പോകുന്നതിനപ്പുറം കുറച്ച് വോട്ടുകളുടെ ഒരു കുറവുണ്ടാകും. അവിടെ BJPക്കും LDFനും നേട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ BJPക്കും LDFനും ഉണ്ടാകുന്ന നേട്ടം കൂടുതൽ നേട്ടമുണ്ടാവുക LDFനാണ്. അവിടെ LDF 6000 വോട്ട് വരെ കിട്ടുമെന്നുള്ളതാണ് LDFിൻ്റെ വിലയിരുത്തൽ. പിന്നെ കണ്ണാടി മാത്തൂരും ഇത്തവണ വോട്ട് കൂടും. അതായത് കണ്ണാടിയിൽ 113 വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ LDF ഭൂരിപക്ഷം നേടിയത്. ഈ മാത്തൂരിൽ 30ആണ്. അത് ഇത്തവണ 1000-ന് മുകളിൽ അല്ലെങ്കിൽ 1000-നും 2000-നും ഇടയിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ CPM പ്രവർത്തകർക്ക് കഴിയുമെന്നാണ് നമുക്ക് CPM അവകാശവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. കണ്ണാടി പഞ്ചായത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്താൽ 21 ബൂത്തുകളാണുള്ളത്. CPMൻ്റെ കോട്ടക്കൊത്തളമാണ് കണ്ണാടി പഞ്ചായത്ത് എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എപ്പോഴൊക്കെ ഷാഫിപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചപ്പോഴും കണ്ണാടി പഞ്ചായത്തിൽ CPM നേരിയ നിലയിലെങ്കിലും ഭൂരിപക്ഷം നേടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നേക്ക് ജില്ലാ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചത് കൊണ്ട് തന്നെ കണ്ണാടി പഞ്ചായത്ത് കൂടുതൽ CPMൻ്റെ സംഘടനാ സംവിധാനം സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് CPM അവകാശപ്പെടുന്നത്. BJP കോൺഗ്രസ് വോട്ടുകളും തങ്ങൾക്ക് കിട്ടിയെന്ന് അവർ പറയുന്നു. പിരായിരി മാത്തൂർ പഞ്ചായത്തിൻ്റെ കാര്യം വരുമ്പോഴും സംഘടനാ പ്രശ്നങ്ങൾ CPMനെ അലട്ടിയിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇത്തവണ തങ്ങൾ കൂടുതൽ വോട്ടുകൾ നേടും എന്നാണ് CPM കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. നേരത്തെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബീഷ് വാചാലനായിരുന്നു. അതുപോലെ ഈ സുരേഷ് ഗോപിയൊക്കെ മാറ്റി നിർത്തി എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്. സുരേഷ് ഗോപി, കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ആരെയും ഒരു ഷോ കളിക്കാൻ C കൃഷ്ണകുമാർ സമ്മതിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സംഘടനാപരമായ ഇടപെടലുകളിലൂടെ BJP കൃത്യമായി വിവാദങ്ങൾ ഒരുപാട് കാർന്നു നിന്നപ്പോൾ പോലും ആ വിവാദങ്ങൾക്കൊക്കെ ഒരു പരിധിക്കപ്പുറം വലിയ പ്രാധാന്യം കൊടുക്കാതെ BJPയുടെ വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കാൻ ശ്രമം നടത്തി എന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഈ BJPയുടെ വിലയിരുത്തലിനെ നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം ഈ സന്ദീപ് വാര്യറിൻ്റെ ചാട്ടത്തെയും ഒക്കെ BJP വിലയിരുത്തുന്നുണ്ട്. സന്ദീപ് വാര്യറിൻ്റെ ചാട്ടവും ജിഫ്രി തങ്ങളെ പോയി കണ്ടതും തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് BJPയുടെ അവസാന വിലയിരുത്തൽ. അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടലുകൾ ആണ്. ഒടുവിൽ ഇനി വോട്ട് എണ്ണി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരുടെ കണക്ക് ശരിയാകും, ആരുടെ കണക്ക് പിഴയ്ക്കും എന്നൊക്കെ അറിയാൻ നമുക്കിനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം നോക്കാം.